നമസ്കാരം. ഞാൻ ഡോക്ടർ സ്വപ്ന ശ്രീധർ, ചന്ദ്രമതി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ മുഴകളെ പറ്റിയാണ്. പലരും നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ അവർക്ക് വളരെയധികം ആശങ്കയാണ്, ഫൈബ്രോയിഡ് ഉണ്ട് അല്ലെങ്കിൽ ഭയമാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. എന്താണ് ഫൈബ്രോയിഡ്? ഫൈബ്രോയിഡ് എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നിന്നുള്ള പേശികളിൽ നിന്നുണ്ടാകുന്ന ബിനൈൻ ഗ്രോത്ത് ആണ്. ഇത് വളരെ പതുക്കെയാണ് സാധാരണ ഇതിൽ വളരാറുള്ളത്. ഇതിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപൂർവമായി ഏതാണ്ട് ഒരു 1000 സ്ത്രീകളിൽ ഒരു സ്ത്രീ എന്ന കണക്കിനാണ് ഇതിൽ ക്യാൻസർ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡ് എന്ന് കേട്ടാൽ അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ അരിമണി മുതൽ വലിയ സൈസുള്ള ഫൈബ്രോയിഡ്സ് വരെ ഉണ്ടാവാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഫൈബ്രോയിഡ്സ് എന്നുള്ളതാണ് അടുത്ത സംശയം. പല കാരണങ്ങളുണ്ട്. പാരമ്പര്യമാണ് ഏറ്റവും ആദ്യമായി പറയാനുള്ള കാരണം. ഇപ്പൊ അമ്മമാർക്കോ സഹോദരിമാർക്കോ ഉണ്ടെങ്കിൽ ഇതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ആദ്യത്തെ മെൻസസ് വളരെ നേരത്തെ വരുന്ന സ്ത്രീകളിൽ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അമിതവണ്ണമുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ നമുക്ക് PCOS പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു 50% സ്ത്രീകളിലും മിക്കവാറും ഫൈബ്രോയിഡ്സ് ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കാറില്ല. പലപ്പോഴും ഇവർ വേറെ എന്തെങ്കിലും കാരണത്തിനായി സ്കാൻ എടുക്കുമ്പോഴാണ് അതിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ബാക്കി 50% സ്ത്രീകളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് എവിടെ ഇരിക്കുന്നു, അതിൻ്റെ സൈസ് എന്നതനുസരിച്ചിരിക്കും. കൂടുതലായും മെൻസസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതായത് മെൻസസ് ആവുമ്പോൾ ഒരു 4-5 ദിവസം ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 1-2-3 ദിവസം അമിതമായിട്ടുള്ള രക്തസ്രാവം രക്തക്കട്ടയായിട്ടും ഫ്ലഷി മാസസുമായിട്ടും പാസ് ചെയ്യാറുണ്ട്. അതുവഴി രക്തത്തിന്റെ അളവ് കുറഞ്ഞു വന്ന് അനീമിയ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാരിൽ മെൻസസ് ഉണ്ടാകുന്ന കുറച്ച് നീണ്ടു നിൽക്കുക, 7 ദിവസത്തിലായി കൂടുതലായിട്ട് ബ്ലീഡിംഗ് നീണ്ടു നിൽക്കാറുണ്ട്. ചിലരിൽ മെൻസസ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണയായിട്ട് ഗർഭപാത്രത്തിന്റെ ക്യാവിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കകത്തുള്ള ഫൈബ്രോയിഡ്സ് കൊണ്ടാണ് സാധാരണ ഈ സിംറ്റംസ് കാണാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിനും കാണാറുണ്ട്. ഇനി അടുത്തതായി ഗർഭപാത്രത്തിന്റെ പുറമേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ്, അതായത് സബ്സിറസ് ഫൈബ്രോയിഡ്സ്, പ്രഷർ സിംറ്റംസ് ആണ് ഉണ്ടാക്കാറുള്ളത്. പലപ്പോഴും കാഷ്വാലിറ്റിയിൽ ചിലപ്പോൾ സ്ത്രീകൾ വരാറുണ്ട്, മൂത്രം പോകാൻ തടസ്സം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡുകൾ മൂത്രസഞ്ചിക്ക് മേലെയോ അല്ലെങ്കിൽ മൂത്രനാളിയുടെ മുകളിലോ പ്രഷർ ഉണ്ടാകുമ്പോൾ മൂത്രം പോകാൻ തടസ്സം ഉണ്ടാക്കുന്നു. അതുപോലെ പല സ്ത്രീകളും ഗർഭപാത്രം, അതായത് വയറ് വീർത്ത് വരുന്നു അല്ലെങ്കിൽ താഴ്ഭാഗത്ത് ഹെവിനെസ് തോന്നുന്നു എന്നും പറയാറുണ്ട്. വളരെ അപൂർവമായി കുടലിന്റെ മുകളിലും പ്രഷർ ചെലുത്തി കോൺസ്റ്റിപ്പേഷൻ പോലുള്ള സിംറ്റംസും ഉണ്ടാവാറുണ്ട്. അടുത്തതായി ഇൻഫെർട്ടിലിറ്റി, അതായത് ഒരു ഇൻഫെർട്ടൈൽ കപ്പിൾ വരുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഇവാലുവേഷൻ കഴിഞ്ഞ് വേറെ കോസസ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ചില കേസുകളിൽ ഗർഭപാത്രത്തിന്റെ അകത്ത്, അതായത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് കാണാറുണ്ട്. അവരിൽ നമ്മൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ചില കേസുകൾ റെക്കറന്റ് മിസ്കാരേജസ് വരുമ്പോഴും ഇത്തരത്തിലുള്ള സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്തതായി എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഇത് ഒരു പരിധിവരെ കണ്ടുപിടിക്കാം. ഇനി കൺഫർമേഷൻ ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഫൈബ്രോയിഡിന്റെ സൈസ്, എക്സാക്ട് ലൊക്കേഷൻ, എന്ത് തരത്തിലുള്ള ഫൈബ്രോയിഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചില അപൂർവം കേസുകളിൽ MRI പോലുള്ള ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ചില കേസുകൾ, പ്രത്യേകിച്ച് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിൽ ഹിസ്ട്രോസ്കോപ്പിയും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 50% സ്ത്രീകളിൽ യാതൊരുവിധ സിംറ്റംസും ഉണ്ടാവാറില്ല എന്ന്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. സാധാരണ അവരെ നമ്മൾ ഫോളോ അപ്പിൽ വെക്കലാണ് പതിവ്. അതായത് ഒരു 6 മാസം മുതൽ 1 വർഷ കാലയളവിൽ സ്കാൻ ചെയ്ത് അവരോട് നമ്മൾ ഇത് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ബാക്കി 50% സ്ത്രീകളിലാണ് നമ്മൾ 3 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അത് അവരുടെ പ്രായം, അവരുടെ ആവശ്യം, അതായത് കുട്ടികൾ വേണോ വേണ്ടയോ, അതേപോലെ ഫാമിലി കംപ്ലീറ്റഡ് ആണോ, അതേപോലെ ഫൈബ്രോയിഡിന്റെ സൈസ് അത് എവിടെയാണ് എന്നനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. ആദ്യമായി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ വയറ് കീറാത്ത രീതിയിലുള്ള മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പിന്നെ ഓപ്പറേഷൻസ് ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ അവരുടെ സിംറ്റംസിനുള്ള ട്രീറ്റ്മെന്റ് ആണ്, അതായത് ബ്ലീഡിങ്, അവരുടെ പെയിനുള്ള ട്രീറ്റ്മെന്റ്. ഇങ്ങനെ ചില രീതിയിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഈ മുഴകൾ
ചുരുങ്ങാനായിട്ടുള്ളത്. അത് സാധാരണയായി നമ്മൾ ഒരു ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കാനായിട്ടോ, അതല്ലെങ്കിൽ മെനോപോസ് അടുക്കുന്ന സ്ത്രീകളിൽ സാധാരണയായി അവരുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ ഹോർമോണിന്റെ ലെവൽ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇത് തനിയെ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരിലൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ളത് മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, അതായത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ, MRGFUS എന്ന് പറയുന്നത്. അതായത് എംബോളൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോഗ്രാം പോലുള്ളൊരു പ്രക്രിയയാണ്. നമ്മൾ ഈ ഗർഭപാത്രത്തിലെ മുഴയ്ക്കുള്ള രക്തയോട്ടം, ആ ബ്ലഡ് വെസൽ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് ചില പാർട്ടിക്കിൾസ് ഉപയോഗിച്ച്. അതുവഴി ഇതിലോട്ടുള്ള രക്തയോട്ടം കുറച്ച് ഇത് ഷ്രിങ്ക് ചെയ്യാണ് സാധാരണ പതിവ്. ഇനി MRIന്റെ സഹായത്തോടു കൂടി അൾട്രാസൗണ്ട് വേവ്സ് കടത്തിവിട്ട് ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ഷ്രിങ്ക് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് MRGFUS. അടുത്തതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ 2 രീതിയിലുണ്ട്. അതായത് മുഴകൾ മാത്രം എടുത്തു കളയാം, അല്ലെങ്കിൽ ഗർഭപാത്രം പൂർണ്ണമായിട്ടും എടുത്തു കളയാം. ഇതും എന്താണ് ആ സ്ത്രീയുടെ പ്രായം, അവരുടെ ആവശ്യം എന്നനുസരിച്ചിട്ട്, അതേപോലെ ഫാമിലി കംപ്ലീറ്റഡ് ആണ്, ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ സാധാരണ നമ്മൾ ഗർഭപാത്രം മുഴുവനായി എടുത്തു കളയാനാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി ഈ ഓപ്പറേഷൻസ് ഒന്നുമില്ലെങ്കിൽ വയറ് കീറിയിട്ടോ, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കൂടുതലായി കീ ഹോൾ അല്ലെങ്കിൽ റോബോട്ടിക് സർജറി വഴിയാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ താഴെ യോനി ഭാഗത്തുകൂടെയും നോൺ ഡിസ്റ്റന്റ് വജൈനൽ ഹിസ്റ്റക്ടമി എന്ന് പറയും. അതുപോലെ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കകത്ത്, അതായത് ക്യാവിറ്റിക്കകത്തുള്ള സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി പോലുള്ള പ്രൊസീജിയർ വഴി നീക്കം ചെയ്യാറുണ്ട്. ഇത്രയാണ് എനിക്ക് ഫൈബ്രോയിഡിനെ പറ്റി ചുരുക്കത്തിൽ പറയാനുള്ളത്. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.